ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്ന ജോർദാൻ നദിക്കരയിലെ യേശുവിൻ്റെ ജ്ഞാനസ്നാനം തുടങ്ങി ആരംഭിച്ച ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ യേശു ആരാണെന്നും യേശുവിൻ്റെ ദൗത്യം എന്താണെന്നും ഇന്നത്തെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുകയാണ്. സാക്ഷ്യമാകാനും സാക്ഷ്യമേകാനും വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവനും. ലോകത്തിലായിരുന്നു കൊണ്ട് എപ്രകാരം ക്രിസ്തുവിന് സാക്ഷ്യം നൽകാമെന്ന് സ്നാപക യോഹന്നാനിലൂടെ ഇന്നത്തെ സുവിശേഷം വെളിവാക്കുന്നുണ്ട്. വെളിച്ചമാകുവാൻ വന്ന ക്രിസ്തുവിനെ വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുക. സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആഞ്ഞുസ് ദെയി, ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത്രയേറെ ആധികാരികതയോടുകൂടെ ദൈവത്തിന് ക്രിസ്തുവിന് സ്വാഗതം നൽകുന്ന മറ്റൊരാൾ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ ആദ്യം കാണുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലാണ്. സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് നടന്നു വന്ന യേശുനാഥൻ നിശബ്ദനായി കാണപ്പെടുകയാണ്. നിശബ്ദനായ ഒരു കുഞ്ഞാടായി കാണപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. കുഞ്ഞാടെന്ന വാക്ക് ഇസ്രായേൽ ജനത്തിന് ഒട്ടും പരിചിതമല്ലാത്തതാണ്. കാരണം അവരുടെ ബലിമൃഗം ഒരു കുഞ്ഞാടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിക്കുന്നത് ആബേലാണ്. ബലിമൃഗമാകട്ടെ ഒരു കുഞ്ഞാടായിരുന്നു. കറയില്ലാത്തതും കളങ്കമില്ലാത്തതുമായ അമൂല്യമായിട്ടുള്ള ഒരു കുഞ്ഞാടിനെയാണ് ആബേൽ ബലിയഴിപ്പിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം കണ്ടെത്തിയ കുഞ്ഞാടാണ് ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് സ്നാപക യോഹന്നാൻ പറയുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. ഏറ്റവും മൂല്യമുള്ള, കറയില്ലാത്ത, കളങ്കമില്ലാത്ത ഒരു കുഞ്ഞാട്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അബ്രഹാം തൻ്റെ മകൻ ഇസ്ഹാക്കിന് പകരമായി ബലി കഴിക്കുന്നത് ഒരു കുഞ്ഞാടിനെയാണ്. വിറകൊരുക്കി അതിൻ്റെ മുകളിൽ തൻ്റെ മകനെ കിടത്തി കത്തി ഓങ്ങിക്കൊണ്ട് ബലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവദൂതൻ പറയുന്നുണ്ട്, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. കണ്ണുകൾ ഉയർത്തി നോക്കിയ അബ്രഹാം കണ്ടത് കുറ്റിക്കാട്ടുകളിൽ മുൾച്ചെടികൾക്കിടയിൽ കിടക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ്. ഈ കുഞ്ഞാടിനെ എടുത്ത് ദൈവത്തിന് ബലിയർപ്പിക്കുന്നുണ്ട് അബ്രഹാം. ഈ മോറിയ മലമുകളിലേക്ക് കയറിപ്പോകുമ്പോൾ അബ്രഹാത്തെ നോക്കിക്കൊണ്ട് ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, മകൻ ചോദിക്കുന്നുണ്ട്, പിതാവേ, ബലിക്കുള്ള വിറകും തീയുമുണ്ടല്ലോ, ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ്? അബ്രഹാം നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ ഫുൾട്ടൻ ജീഷ്യൻ പറയുന്നുണ്ട്, അബ്രഹാം പറഞ്ഞ ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ തരുമെന്ന് പറയുന്ന ആ കുഞ്ഞാടിനെ യുഗങ്ങൾക്ക് ശേഷം ദൈവം നൽകിയത് ക്രിസ്തുവാകുന്ന കുഞ്ഞാടിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടാൻ ദൈവം കണ്ടെത്തിയ കുഞ്ഞാടായിരുന്നു ക്രിസ്തു. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞു വയ്ക്കുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. വീണ്ടും പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, പുറപ്പാടിൻ്റെ യാത്രയിൽ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞാടിനെ ബലി കഴിപ്പിച്ച് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടികളിലും വീടിൻ്റെ വാതിലുകളിലൊക്കെ തളിച്ചിരുന്നു. അത് സംരക്ഷണത്തിൻ്റെയും രക്ഷയുടെയും അടയാളമായിരുന്നു. പുറപ്പാടിൻ്റെ യാത്രയിൽ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ വിമോചനത്തിൻ്റെ രക്ഷയുടെ ശക്തിയായി മാറിയത് ഒരു കുഞ്ഞാടാണ്. ഈ പുറപ്പാടിൻ്റെ യാത്രയിൽ രക്ഷയായി മാറിയത് കുഞ്ഞാടാണെങ്കിൽ ആ കുഞ്ഞാട് ആകുന്ന പുതിയ നിയമത്തിൽ കണ്ടെത്തിയ കുഞ്ഞാടാണ് ക്രിസ്തു. അതുകൊണ്ട് തന്നെയാവണം സ്നാപക യോഹന്നാൻ പറയുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ പുരോഹിതന്മാർ 2 കോലാടുകളെ തെരഞ്ഞെടുക്കുമായിരുന്നു.
അതിൽ നിന്ന് നറുക്കിട്ട് കിട്ടുന്ന ഒരു കോലാടിനെ എടുത്ത് പാപപരിഹാര ബലിയായി അർപ്പിച്ചു പോന്നിരുന്നു. ഈ പാപപരിഹാര ബലിയായി അർപ്പിച്ചത് ഒരു കുഞ്ഞാടായിരുന്നത് കൊണ്ടാവണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാപയോഹന്നാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. വീണ്ടും പഴയ നിയമത്തിലെ പ്രവാചകനായ ജെറമിയ 53-ാം അധ്യായത്തിൽ മർദ്ദിക്കപ്പെടുന്നവനെക്കുറിച്ചും വേദന അനുഭവിക്കുന്നവനെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഒരു സഹനദാസനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ മർദ്ദിക്കപ്പെട്ടു, അവൻ പീഡിപ്പിക്കപ്പെട്ടു, എങ്കിലും ഒന്നും തന്നെ ഉരിയാടിയില്ല, അവൻ മൗനം അവലംബിച്ചു എന്ന് ജെറമ്യ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സഹനദാസനായ ഒരു കുഞ്ഞാടിനെ കുറിച്ച് ജെറമ്യ പ്രവാചകൻ പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ചത് പുതിയ നിയമത്തിൽ സ്നാപയോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. ഇങ്ങനെ പഴയ നിയമഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കറയില്ലാത്ത, കളങ്കമില്ലാത്ത, മൂല്യമുള്ള കുഞ്ഞാടായി പറഞ്ഞു വയ്ക്കുന്ന കുഞ്ഞാട്, വീണ്ടും പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ട കുഞ്ഞാട്, രക്ഷകനും വിമോചകനുമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുഞ്ഞാട്, നിങ്ങൾക്കും എനിക്കും വേണ്ടി പകരക്കാരനായി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാട്, സഹനദാസനായ ഒരു കുഞ്ഞാട്, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ നൽകപ്പെട്ട ഈ കുഞ്ഞാടിനെ പുതിയ നിയമത്തിൽ പറയുക ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞാടിനെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകാനാണ് നിങ്ങളും ഞാനുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുക. ഒരിക്കൽ ഒരു സന്യാസി ഒത്തിരിയേറെ വിഷമത്തോടുകൂടെ നടക്കുകയാണ്. കാരണം ആശ്രമം മുഴുവൻ അന്ധകാരമാണ്, ഒരു സമാധാനമില്ല, അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഈ സന്യാസി പോയിട്ട് ഒരു ആശ്രമ ശ്രേഷ്ഠനോട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം. ആശ്രമം മുഴുവൻ അന്ധകാരമാണ്, ഒരു സമാധാനവുമില്ല, അസ്വസ്ഥതയാണ്. അപ്പോൾ ആശ്രമ ശ്രേഷ്ഠൻ ഈ സന്യാസിയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ആശ്രമത്തിൽ ഒരു ക്രിസ്തുവുണ്ട്, വേഷപ്രച്ഛന്നനായ ഒരു സന്യാസി ക്രിസ്തുവാണ്. ഇത് കേട്ട മാത്രയിൽ ഈ സന്യാസി ആശ്രമ ശ്രേഷ്ഠനിൽ നിന്ന് തിരിച്ച് ആശ്രമത്തിലേക്ക് പോവുകയാണ്. ആരായിരിക്കും തങ്ങളോടൊപ്പമുള്ള സന്യാസി ഒരു ക്രിസ്തുവായിട്ടുണ്ടാകുക? ആലോചനയായി. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സന്യാസി ആയിരിക്കുമോ ക്രിസ്തു? അങ്ങനെയാവാൻ വഴിയില്ല എന്ന് ആ സന്യാസി ചിന്തിച്ചു. തോട്ടത്തിൽ പണി ചെയ്യുന്ന സന്യാസി ആയിരിക്കുമോ ക്രിസ്തു? ആ സന്യാസി ചിന്തിച്ചു, അതുമാവാൻ വഴിയില്ല. ഒരുപക്ഷെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സന്യാസി ആയിരിക്കുമോ ക്രിസ്തു? അപ്പോഴും ആ സന്യാസി ചിന്തിച്ചു, അതായിരിക്കില്ല. ഒരുപാട് ചിന്തകൾക്ക് ശേഷം ആശ്രമത്തിലെത്തിയ ഈ സന്യാസി മറ്റുള്ള എല്ലാ സന്യാസിമാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ഞാൻ ആശ്രമ ശ്രേഷ്ഠനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ക്രിസ്തുവാണ്, വേഷപ്രച്ഛന്നനായ ഒരു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയ സന്യാസിമാർ ക്രിസ്തുവായി ജീവിക്കാൻ തുടങ്ങി, സ്വയം ക്രിസ്തുവായി ജീവിക്കാൻ തുടങ്ങി, മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി. അവിടെയുള്ള അന്ധകാരമെല്ലാം നീങ്ങി, അവിടെ പ്രാർത്ഥനകൾ ഉയരാൻ തുടങ്ങി, സമാധാനത്തിൻ്റെ അന്തരീക്ഷമായി, അവിടെ ഭക്തിയുടെ ഒരു ആഘോഷം തന്നെയായിട്ട് മാറി. ഒരുപാട് തീർത്ഥാടകർ ആ സന്യാസ സമൂഹത്തിലേക്ക്, ആശ്രമത്തിലേക്ക് വന്നു ചേരാൻ തുടങ്ങി. സ്വയം ക്രിസ്തുവായി മാറുക, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന മറ്റൊരു സ്നാപക യോഹന്നാനായി മാറുക.